ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു കിടുക്കാച്ചി ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഐ ആം മങ്കി എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ്. അപ്പം ഇത് നമ്മുടെ റോബ്ലോക്സിലെ ഗെയിമല്ല, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഗെയിമാണ്. ഐ ആം മങ്കി എന്നാണ് പേര്. ഇതിപ്പം ലോഡാവുന്നേ ഉള്ളൂ. പിന്നെ ഞാനിത് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ചായിരുന്നു, അത്രയൊന്നും കളിച്ചില്ല, ജസ്റ്റ് ഒന്ന് ചെറിയ ഉള്ളൂ. അപ്പം ഇത് ലോഡാവുകയാണ്. ഓക്കെ ഗൈസ്, ലോഡായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കളിക്കാൻ തുടങ്ങാം. ഫസ്റ്റാണ് ഈ ടോക്ക് ടു എലിഫൻറ്റ്. ഫസ്റ്റാണ് ഈ കീ ഒക്കെ തന്നായിരുന്നു, ഞങ്ങളുടെ ഒരു വാഴപ്പഴം. പക്ഷെ ക്ലെയിം ചെയ്യണമെങ്കിൽ വാച്ചാട് കാണും ഗൈസ്. പിന്നെ നോക്കാം. ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ഫസ്റ്റ് ഈ കോഡ് ഈ സാധനം തന്നെ. ഓക്കെ, മാറ്റി ട്രൈ ഔട്ട്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ഒരു കേജ് ഉണ്ടായിരുന്നു, ഒരു വലിയ കേജ്. അപ്പോൾ ആ കേജിൻ്റെ ചാവിയാണ് ഇവിടെ കിട്ടുമായിരുന്നു. കണ്ടാ, ഇവിടെ ചാവിനാണല്ലോ ഓൾറെഡി ഞാൻ എടുത്തായിരുന്നു. അപ്പം അങ്ങനെ ചാവി എടുത്തിട്ട് പിന്നെ പുറത്ത് പോയിട്ട് അവിടെ ഈ ഒരു പെങ്കുനാ ഈ ഒരു കിളീനെ ഞങ്ങൾ സംസാരിച്ച് അവളെ വരെ ഞാൻ കളിച്ചോളൂ. അത് കുറച്ചേ കളിച്ചുള്ളൂ. നമ്മൾ പക്കൊരു കുരങ്ങനാണ് കഴിച്ചു ഇവിടെ ഈ ഒരു ഗെയിമിൽ. നമുക്ക് അടിപ്പം പറയുന്നത് ഇവിടെ എന്താ ചെയ്യാനാണ്. ഹായ്, എറിയുന്നോ? ഇങ്ങനെ കഴിക്കുന്നത് എങ്ങനെയാ? ഗോറ്റോട്ട്. പിന്നെ ഇങ്ങനത്തെ കൈകളൊക്കെ ഉണ്ട്, നമുക്ക് കൈകളൊക്കെ കിട്ടും. അതിനിടയ്ക്ക് ഇങ്ങനത്തെ കുറേ ആടുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സാധനം എന്തിനാ നമ്മുടെ ഇരിക്കുന്നത്? ഇതെന്തിനാ? ടോക്ക് ടു എലിഫൻറ്റാ? മിക്കവാറും എലിഫൻറ്റിന് കൊടുക്കാനായിരിക്കും ഗൈസ്. ഇത് മിക്കവാറും എലിഫൻറ്റിന് കൊടുക്കാനായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് എലിഫൻറ്റിൻ്റെ അങ്ങോട്ട് പോവാം, ആനയുടെ അടുത്തോട്ട് പോവാം. ആന എന്താടാ ഭിത്തിയിൽ ചേർന്നിരിക്കുന്നത്? എന്നാ എലിഫൻ്റെ ഗൈസ്, നമ്മൾ എലിഫൻറ്റിന് കൊടുത്തിട്ടുണ്ട്. എന്താ പിന്നെ ഇതെന്തുവാ? താഴെ വീണ. അപ്പം ഗൈസ്, ഞാനെന്തായാലും മുമ്പ് ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ എന്തോ ചെയ്ത് ബാക്കി സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. ഗിവ് സം ഫുഡ് ടു ദ ലിറ്റിൽ മങ്കി. അപ്പം മുമ്പ് നമുക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ നോക്കിയപ്പോൾ നടന്നില്ലായിരുന്നു. പിന്നെ കുറേ നേരം നോക്കിയപ്പോൾ ഇങ്ങനെ എന്തോ സംഭവിച്ച്. അപ്പോൾ ആ ലിറ്റിൽ മങ്കിക്ക് ഫുഡ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബർഗർ കിടക്കുന്നത് ആ വിൽക്കാറ് അവൻ എറിഞ്ഞായിരിക്കും ഇങ്ങോട്ട്. നമുക്കെന്തായാലും ഫുഡ് കൊടുത്ത് നോക്കാം. ഇവനിങ്ങനെ ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. ഇതെങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നേ? എൻ്റെ പൊന്നെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറന്നു പോന്നു. ഈ സാധനത്തിനൊക്കെ എടുക്കാൻ പറ്റുമോ? ആടെ എന്നാ ചെലന്തീനെ എന്നാ ആ ചെലന്തീനെ എടുത്തടാവൻ. ചെലന്തീനെ കഴിച്ചേക്കുന്നു. ഞാൻ ബർഗർ കൊടുത്തില്ല, അതിന് പറയാ പാവം ചെലന്തീനെ കൊടുത്ത്. പാവം ചെലന്തി, RIP ചെലന്തി. ശരിക്കുവേ ആ ഫുഡ് അവന് കൊടുക്കണ്ടായിരുന്നെന്ന് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അവൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. വെൽ ഡൺ, കം ഹിയർ ആൻഡ് ഗ്രാബ് യുവർ റിവാർഡ്. ഓക്കെ, അടുത്ത റിവാർഡ് എന്താവും? തോക്കാ? സ്കിപ്പ് ചെയ്യേ, എനിക്കിതൊന്നും വേണ്ട. തോക്കാ? എൻ്റെ പൊന്നെ, ആരെ വെടി വെച്ച് കൊല്ലാനിത്? അതെത്തിയിട്ടില്ല അല്ലേ? ഞാൻ ഡാന ഉറങ്ങിയത് തോന്നല്ല, നല്ല കൂർക്കം വലിച്ചുറങ്ങുക. 14 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി അടുത്ത് ഇത് കിട്ടത്തുള്ളൂ. ഞാൻ കമ്പൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഈ ആനയുടെ തല ഒരു അടി വെച്ച് കൊടുത്താലാ? കുറേ സംഭവങ്ങളുണ്ട് ഗൈസ് ഇവിടെ. ഇത് കണ്ട, ഇതുണ്ട്. അപ്പം ഗൈസ്, കുറേ നേരത്തിന് ശേഷം അങ്ങനെ ടോക്ക് ടു എലിഫൻറ്റ് എന്ന് പറഞ്ഞ ആ സാധനം വന്നിട്ടുണ്ട്. ഞാൻ കുറേ നേരം വെയിറ്റും ചെയ്ത്. അപ്പം എന്തായാലും നമുക്ക് ബാക്കി തുടങ്ങാം.
പിന്നെ ഇത് കുറേ ക്ലിപ്പ് ചെയ്താണ് ഇടുന്നത്. ബ്രയനി ഹാറ്റ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫെയിം ഗോട്ട് ലുക്ക് ദ പാർട്ട് ബ്രിങ് മീ സംതിങ് സ്റ്റൈലിഷ് ടു വെയർ ഓൺ മൈ ഹെഡ്. ഒന്നും മനസ്സിലായില്ലല്ലോ എനിക്ക്. നോക്കട്ടെ. അവൻ്റെ തലയിൽ ആ ക്യാപ്പ് കൊണ്ടുവെക്കാനാണോ പറഞ്ഞത്? ബ്രിങ് മീ എ ഹാറ്റ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ആ ഒരു ആനയുടെ തലയിൽ എന്തായാലും ആ ഒരു തൊപ്പി നമുക്ക് എന്തായാലും വച്ച് കൊടുക്കാമെന്നാണ് തോന്നുന്നത് ആന പറഞ്ഞത്. അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് എൻ്റെ റെക്കോർഡിങ് ഒന്ന് കട്ടായിപ്പോയി. പിന്നെ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ സാധനം കല്ലൊക്കെ ഇല്ലേ, ഈ ഫ്രീ ആയിട്ടാണ്ട് ഈ ജന്തുക്കളൊക്കെ എടുത്തട്ടെ പോലീസ് ഓഫീസർ ഇവിടെ കാണാൻ വന്ന ആൾക്കാരുടെ ദേഹത്തൊക്കെ എറിയാൻ പറ്റും ഗൈസ്. ഇവൻ ഇപ്പം നടന്നു പോകാൻ പറ്റത്തില്ലേക്ക് കണ്ട. ജസ്റ്റ് വിസില പോയത് എറിയാൻ പറ്റും. ആ സമയത്തൊക്കെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കാണ്ട് ഈ ഒരു ഹാറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അയ്യോ, ഈ ഹാറ്റ് അവന് വേണമെന്ന് പറഞ്ഞത്. പക്ഷെ പറ്റത്തില്ല, നമുക്ക് എന്തായാലും അവന് കൊടുത്തേ പറ്റൂ. നമുക്ക് ചാടി പോവാം ഗൈസ്. ഇത് ഞാൻ ലാഗ് വരുന്നത് ഞാൻ ഇത്രയും റെക്കോർഡും കൂടി ചെയ്തുകൊണ്ടാണ്. ഫ്രീ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാതെ കളിക്കുവാണെങ്കിൽ എന്തായാലും ഇത് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. എന്താണ് ഇവൻ ചെയ്യുന്നേ? എൻ്റെ പൊന്നോ, സീൻ തന്നെ. I am not just an elephant anymore. I am a heartthrob. കറക്റ്റാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ അവന് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് അവൻ പറഞ്ഞത്. സ്കിപ്പ് ചെയ്തോ? അപ്പോൾ ഗൈസ് അടുത്തായാലും നമുക്ക് അടുത്ത സാധനം വന്നിട്ടുണ്ട്. ബ്രിങ് എനി പെയർ ഓഫ് ഗ്ലാസസ്. ഇവനെന്താണ് നമുക്ക് കുറേ ഓരോ പണികൾ തരുവാണല്ലോ. ഇവൻ എന്തെങ്കിലും പണി തന്ന് തീർക്കുക. കണ്ട ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ നൈസായിട്ടാണ് ഇങ്ങനെ കല്ലെടുക്കുക. വേണ്ട ആ ഒരു മുമ്പ് കാലിങ്ങനെ അങ്ങോട്ട് നീട്ടി വച്ചില്ലേ, ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ നൈസായിട്ട് ഇങ്ങനെ പോവുക. ഇവർ നോക്കുന്നുണ്ട് ഇപ്പോഴേ. നൈസായിട്ട് ഇങ്ങനെ എറിഞ്ഞാൽ മതി ഗൈസ്. കണ്ട ഇതെന്താണ് മാറ്റാത്തേ? ഇനിയും കല്ലെറിയണോ? എടുക്ക്. ആ കാല് നീട്ടി വെക്കുന്ന ഇത് രസം അടിക്കാൻ. പിന്നെ ഗൈസ് നമുക്കാണ്ട് ഇങ്ങനെയൊക്കെ മുകളിൽ പെട്ടെന്ന് കയറാൻ പറ്റും ഗൈസ്. അതൊക്കെ അടിപൊളിയല്ലേ. അതുകൊണ്ട് പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങനത്തെ ഓരോ ആൾക്കാരുള്ളവർ. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇത് നോക്കിയേ, പോപ്പ്. ഞാൻ മറ്റേ 15 മിനിറ്റ് അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു ഗൈസ്. കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇങ്ങനത്തെമാർ വന്നാൽ കല്ലെടുത്ത് എറിഞ്ഞാൽ മതി. കല്ലെടുത്ത് നമുക്ക് ചാടി പോകാം ഗൈസ്. ഇതൊരു അടിപൊളി ഗെയിം തന്നെ ആട്ടാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം പരസ്യങ്ങൾ കയറി വരും. അതൊക്കെ അവോയ്ഡ് ചെയ്ത ഒരു അടിപൊളി ഗെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം അവന് കൊടുക്കാം. അവന് തൊപ്പി വെച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. ഓക്കെ, now you got style feelings fancy. ഓക്കെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്, ഭയങ്കര ഫാൻസി ഒക്കെ ആണെന്ന്. ഐ ആം എ ക്യാറ്റ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഗെയിം ഇവരുടെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ക്ലെയിം. അപ്പോൾ ഗൈസ് എന്തോ ഒരു കീ കിട്ടിയിട്ടുണ്ട്. അതെന്ത് കീ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഓപ്പൺ ദ ലോക്ക് റീസൺ. ഓക്കെ ഗൈസ്, ഹിയർ ഈസ് വൺ ഓഫ് ദ കീ ടു യുവർ ഫ്രീഡം. ഓക്കെ. അപ്പോൾ ഗൈസ് എന്തായാലും അവിടുത്തെ ലോക്ക് തുറക്കാനാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒരു ആഡ് കണ്ടിട്ട് ഒരു കീ തുറന്നായിരുന്നു ഓൾറെഡി. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാമത്തെ തുറക്കാം ഗൈസ്. ഞെക്കി നോക്കാം. ഓക്കെ ഗൈസ്, അത് തുറന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അത് തുറന്നോളും ഗൈസ്. ഒരു അടിപൊളി സൂ തന്നെയാണല്ലേ. സൂവിൻ്റെ അത് നോക്കിയേ. നമുക്ക് ചാടി പോകാം ഗൈസ്. ചാടി കണ്ട, ഇത്രയും മാക്സിമം നല്ല അടിപൊളി പൊക്കത്ത് ചാടാൻ പറ്റും ഗൈസ്. ഇത് ചെറിയൊരു ലാഗ് ഉണ്ട് എനിക്ക്, ചെറിയ ലാഗ്. അപ്പോൾ ഗൈസ് എന്തായാലും ഇവൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം.
വെൽ ഡൺ, കം ഹിയർ ആൻഡ് ഗ്രാബ് യുവർ റിവാർഡ്. ഓ, റിവാർഡ് തരാൻ വേണ്ടിയായിരുന്നോ? റിവാർഡ് എന്താണ്? നൈഫ്. ഈ കത്തി വെച്ച് ആരെ കൊല്ലാനാ ഞാൻ? അപ്പോൾ ഗൈസ് അടുത്ത റിവാർഡ് നോക്കാം. അപ്പോൾ ഗൈസ് എവരി ഹീറോ നീഡ്സ് എ വൈബ്, ഗെറ്റ് മീ സം ഹെഡ്ഫോൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവന് ഹെഡ്ഫോൺ കൊടുക്കണമെന്നാണ് ഇവൻ പറഞ്ഞത്. അത് അവിടെ കിടക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ഗെയിം എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയാനില്ല. ചെറുതായിട്ട് ഞാൻ കളിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ലാഗ് കാണും. ഇവന് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാണെന്ന് തോന്നുന്നത്. ഒരു കീയും കൂടി മതി. അപ്പോൾ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാണെന്ന് തോന്നി ഇവിടുത്തെ ഗെയിം ആണെന്ന് തോന്നുന്നു. പിന്നെ ചില ആഡ്സുകൾ കണ്ടാൽ പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു കുഞ്ഞു മങ്കിയുണ്ട്, അവനെ എസ്കേപ്പ് ആക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാനിവിടെ സ്ട്രോബെറി കിടക്കുന്നു. ഇവന് കൊടുത്താലാ? വേണോ നിനക്ക്? വേണ്ടെന്നാ തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഇനിയും കുറേ ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ ഞാൻ റോബ്ലോക്സിൽ പിന്നെ ഇനി അടുത്ത ഗ്രാനി കളിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ എന്തായാലും ഗ്രാനിയെ കളിക്കുന്നതായിരിക്കും.